മുത്തേ എന്താണ് പരിപാടി? ഇന്ന് എന്താണ്? മാമു തിന്നാന് പോവാണോ? മാമു തിന്നാന് പോവാണോ? ആഹാ, പട്ടുപാവാടി ഇട്ടേ സുന്ദരിയായിട്ട് മാമു തിന്നാന് പോവാണോ? ഓ ഓ ഓ ഓ, അമ്മയും മോളും ഒരേപോലെ. ദാ അമ്മമ്മ വന്നല്ലോ. ഉടുപ്പൊക്കെ ഒന്ന് താത്തിട്ട് സുന്ദരിയായേ. ആ, മാലയൊക്കെ നേരെ ഇട്. വിശക്കുണ്ട് എനിക്ക് വേം മാമുത്താ അല്ലേ? മാമു വേം വേണം. ഇനി എവിടെ? നിങ്ങള് വർത്താനം പറഞ്ഞോ. യാമീസേ, അമ്മേന്റെ ഭാവേ ഒന്ന് നോക്കിയേ. യാമി, അവള് ഫുൾ ഏട്ടനെയാ നോക്കുന്നേ. അല്ല, അവളെ ഏട്ടനെ നോക്കുന്നേ. ആ, അവളെ ഏട്ടനെ, അതന്നെ പറഞ്ഞ ജിഞ്ചുലു ഏട്ടനെ. ഇതാണ് ഉമാമഹേശ്വര ക്ഷേത്രം, പുത്തൂർവയലില്. ഞാൻ ഇവിടെ ആകെ ഫസ്റ്റ് പ്രാവശ്യം ശിവരാത്രിക്കാ വന്നത്. ശിവരാത്രിക്ക് വന്ന സമയത്ത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു പാവ ഉണ്ടാവുകയാണെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങളൊരു ശിവരാത്രിക്ക് രാത്രി ഇവിടെ വന്ന സമയത്ത് അന്ന് ഞാൻ നേർന്നതാണ് വാവ ഉണ്ടാവുകയാണെങ്കിൽ ചോറൂണ് ഇവിടെ നടത്താന്ന്. അകത്തേക്ക് ക്യാമറ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കയറാനും ഇപ്പം ആയില്ല. വാവയുടെ ചോറൂണ് കഴിയുമ്പോഴാണ് എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഇതാണ് ഞങ്ങളിവിടുത്തെ പുത്തൂർവയൽ. ഇതിൻ്റെ ലൊക്കേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുതരാം കേട്ടോ. തകർത്ത ഫോട്ടോഷൂട്ടാണ് എല്ലാവരും. കുഞ്ഞമ്മ അവിടെ, കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയ്ക്ക് സ്റ്റാളുണ്ട്. എൻ്റെ കേരളത്തിൽ കുഞ്ഞമ്മ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് കുഞ്ഞമ്മ സാരി ഒന്നും എടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞു നേരെ അങ്ങോട്ടേക്ക് പോവും. കുഞ്ഞമ്മ അവിടെ ചീട്ടാക്കുകയാണ്. പിന്നെ അമ്മ ഇതാ, അമ്മ തിരക്കിലാണ്. ഞങ്ങളോട് 3 നാക്കിലെയും 3 വെറ്റിലെയും ഒരു അടക്കയും കൊണ്ടുവരാനാ പറഞ്ഞു. പക്ഷെ അടക്ക ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഏട്ടൻ ഇതാ ജിഞ്ചില് വാവാ. ഇതാ അച്ഛനും മോളും. അച്ഛനും മോളൊക്കെ നിന്ന് നോക്കട്ടെ. ഓ, ഞങ്ങൾ ഒരേപോലെ ഡ്രസ്സാ. വാവ എന്താണ് ഒണ്ടാണ് അണ്ടാണ്. എന്റെ കയ്യിലുണ്ട്. കുഞ്ഞമ്മ കൊടുക്കുമ്പോ ഇതും കൂടെ കൊടുത്തോ, ചോറുണ്ട്. ഇതാ കുഞ്ഞമ്മ കുറച്ച് ഹാൻഡിക്രാഫ്റ്റിന്റെ പരിപാടിയുള്ള ആളാണ്. ഞാനൊക്കെ വീഡിയോ റെഡിയാക്കി തരാം. ഇന്ന് സ്റ്റാളിലേക്ക് പോകാൻ നിൽക്കുന്നോണ്ട് സാരി ഒന്നും എടുത്തിട്ടില്ല. അതിന്റെ ഒരു സങ്കടത്തിലാണ്. ഞങ്ങൾ എല്ലാരും സാരിയൊക്കെ കൊടുത്തപ്പോ ഇതാ നമ്മുടെ താരം. ഓ, എന്താണ് ഈ പിടുത്തം? വിശക്കുണ്ടാവും. അമ്മമ്മ തയ്ച്ച പട്ടുപാവാടയാ. അമ്മമ്മേന്റെ ആഗ്രഹമായിരുന്നു പെൺകുട്ടി വേണമെന്ന്. ഇപ്പൊ അമ്മമ്മ പറയാ എനിക്ക് വയ്യ തയ്ക്കാന്ന്. നല്ല പാടാണ്. ഇന്ന് ഞങ്ങള് ചോറൂണും പിന്നെ ഉമാമഹേശ്വര പൂജ നടക്കുന്നേ. നേരെ നിന്ന് കൊടുക്കാമി. പോസ് ചെയ്തേ. 2 പേരുണ്ട്. കുട്ടി ആരെ നോക്കുന്നുള്ള കൺഫ്യൂഷനില്ല. ഫോട്ടോ എടുക്കാനുള്ള പാട്. എന്താ എടുക്ക എന്താ എടുക്ക. പിന്നെ സൈഡ് കുത്തിയത് അച്ഛന്റെ കടയിൽ ഒരിക്കലും
ഞാനേ തൽക്കാലം വിശപ്പ് അടക്കാണ് പൊന്നു. കുഞ്ഞമ്മ പോവാ. ഇപ്പൊ കുഞ്ഞമ്മ സ്റ്റാളിലേക്ക് പോവാണ്. നമുക്ക് സ്റ്റാളിൽ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. ചിലപ്പോൾ സ്റ്റാളിൽ കയറും, അങ്ങനെയാണെങ്കിൽ കാണാം. തൽക്കാലം ചോറ് കൊണ്ട് കഴിഞ്ഞ് അച്ഛൻ കൈ കഴുകി വന്നു ഞങ്ങൾ അകത്ത് കയറും. ഓക്കെ, മുഖത്ത് ഭാവം. ഫോട്ടോ എടുപ്പ് തകർക്കുകയാണ്. ക്യാമറാമാൻ എന്റെ അനിയന്റെ കൂട്ടുകാരനാണ്. അവൻ മടുത്തു തോന്നുന്നു. കുട്ടീനെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണ്ടേ? കിട്ടുമോ? നടക്കൂല, അവള് സമ്മതിക്കൂല. 3 മാമന്മാര്, 2 മാമന്മാരും കൂടി ഉണ്ട്. ഒരു മാമൻ ജോലിക്ക് പോയി. അന്റെ ഭാവേ അന്റാണ് അച്ഛമാമന്റെ കൂടെയാണ് നല്ല കുട്ടിയിരിക്കണേ. അപ്പച്ചി, അമ്മ, അനുമോള് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അനുമോള്, അഭിമോള്. അഭി എവിടെ? എടാ ഇങ്ങനെ പുറത്തില്ലേ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാ. ഇവിടെ പുറത്ത് അല്ല, ഇവിടെ ഇങ്ങനെ നിക്ക് നിക്ക്. നീ ഇപ്പുറത്തേക്ക് കയറാൻ. ഞാൻ അങ്ങോട്ട് ഞങ്ങള് മലബാർ ഗോൾഡില് കാത് കുത്താൻ വന്നതാണ്. യാമിയുടെ കാതുകുത്ത് നടക്കുകയാണ്. യാമി സെറ്റായിരിക്കുന്നു കാത് കുത്താനായിട്ട്. അച്ഛൻ്റെ മടിയില് ഗണ്ണാണ്. ഞങ്ങള് മലബാറിന്റെ സ്വന്തം കുട്ടി ഞാനിയുടെ ഏതാണോ നല്ലത്? ഞാനിത് ഇങ്ങനെ പിടിക്കും. S23 അൾട്രയുടെ കിടുമ്പോഴുള്ള പ്രശ്നം മറ്റേ ഫോട്ടോ എടുക്കേണ്ടത്. കാതൊന്നും കുത്തിയിട്ടില്ല. കരച്ചിൽ കാണാൻ പറ്റാത്തതൊക്കെ മാറിയിട്ടാണ്. റെഡിയാണോ? പുറകോട്ടുന്നോട്ടോ. വാച്ച് വാച്ച് ഇല്ല കളിക്കുന്ന എന്തെങ്കിലും സ്നാപ്പ് ഉണ്ടോ? അതില് നോട്ട് നോട്ട് ഒന്ന് ചിരിച്ചേ. നോട്ടെ ആ സൈഡ് ഔട്ട്, ആ സൈഡ് ഔട്ട്. ഷൂട്ട് കിട്ടി.